അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു യാസീൻ 41 മുതൽ 50 കൂടിയ ആയത്തുകൾ വായിക്കുമ്പോൾ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതാകട്ടെ മനുഷ്യ സന്താനങ്ങളെ നിറഞ്ഞ കപ്പലിൽ വഹിച്ചതിനെ കുറിച്ചാണ്. അന്ന ഹമൽന ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെക്കുറിച്ചും മനുഷ്യൻ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങളെക്കുറിച്ചും അതായത് വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, അതുപോലെയുള്ള വസ്തുക്കളിൽ നിന്ന് അവർക്ക് സവാരി ചെയ്യാവുന്ന പലതിനെയും നാം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനുഷ്യൻ അവൻ്റെ വൈദഗ്ധ്യം കൊണ്ട് നിർമ്മിച്ച ആദ്യകാല വാഹനങ്ങളാവട്ടെ, അത്യാധുനിക ഇന്നത്തെ നിർമ്മിതികളാവട്ടെ, ഏതൊരു പുരോഗതിയും അഹങ്കരിക്കാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ നമ്മൾ ശരിക്ക് ആലോചിക്കുകയാണെങ്കിൽ കിട്ടാനുള്ള വലിയ പാഠം. കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിപരമായ കഴിവ്, നിർമ്മാണ വൈഭവം, നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ, ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവാണ് നൽകിയത്. അതിനു വേണ്ട ചുറ്റുപാട് സജ്ജീകരിച്ചതും ഒക്കെ അള്ളാഹുവാണ്. സൂറത്തു സ്വാഫാത്തിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിനെയും ഒക്കെ അള്ളാഹു തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തയിലേക്ക് അതുകൊണ്ട് തന്നെ ഇത്തരം അഹങ്കാര ചിന്തകൾ ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കുകയും അതിന് ഏറ്റവും വലിയ ഒരു കാര്യമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് വഇന്നശനുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതഅൻ ഇലാ ഹീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ മുക്കിക്കളയാൻ, മനുഷ്യന്റെ നിർമ്മിതികളെ മുഴുവനും ഇല്ലാതെയാക്കാൻ, അത് ഇവിടെ ഫുൽക്കാണ് വിഷയം, കപ്പലാണ് വിഷയം, ആ കപ്പലിനെ മുക്കിക്കളയാൻ അള്ളാഹു കഴിയും. പിന്നെ നിലവിളിച്ചാൽ ഒരാളും കേട്ട് രക്ഷപ്പെടുത്താൻ പോലും സംവിധാനങ്ങളില്ലാത്ത വണ്ണം അള്ളാഹുവിൻ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവന്റെ അടുക്കൽ നിന്ന് അവൻ ഉദ്ദേശിച്ച് കരുണക്ക് കാരണനിമിത്തമായിട്ടുള്ള, കരുണ കിട്ടിയവരായിട്ടുള്ള ആളുകൾക്ക് ഒഴികെ, അല്ലെങ്കിൽ അള്ളാഹു ഒരു നിശ്ചിത അവധി വരെയൊക്കെ ആയുസാർക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമെന്നല്ലാതെ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ തന്നെ, ചുറ്റുപാടിൽ തന്നെ, അല്ലെങ്കിൽ അധികമൊന്നും വൈകാത്തതിന് എത്രയോ സംഭവങ്ങൾ. ഇപ്പൊ ടൈറ്റാനിക് എന്നുള്ള കപ്പലിനെ കുറിച്ച് നമ്മൾക്ക് ഒരു വേള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു സംഭവമാണ്. ടൈറ്റാനിക് ഒരു മുങ്ങാത്ത കപ്പലാണ് എന്നുള്ള ഒരു ധാരണയോടുകൂടി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ബ്രിട്ടീഷ് ആഡംബര കപ്പലായിരുന്നു. 1912 ഏപ്രിൽ 10 ആദ്യ യാത്ര തുടങ്ങി. ഏപ്രിൽ 14 ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു വലിയ ഐസ്ബർഗിൽ കൂട്ടിയിടിച്ചിട്ട് ഏപ്രിൽ 15 അത് പുലർച്ചെ അത് മുങ്ങുകയുണ്ടായി എന്നുള്ളതാണ്. 2200 യാത്രക്കാരെയും കൊണ്ട് പുറപ്പെട്ട് അതിൽ ജീവനക്കാരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അതിൽ 1500-ലേറെ ആളുകൾ മരണപ്പെട്ടു. രക്ഷപ്പെടുത്താൻ ആവശ്യമായ തരത്തിലുള്ള ലൈഫ് ബോട്ടുകളൊന്നും അവർക്ക് സജ്ജീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് വഇന്നശനുഗ്രിഖുഹും എന്നുള്ള ആയത്ത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാവുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പഴയ കാലത്തേക്ക് ആലോചിക്കുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കിയ അന്നത്തെ പഴയ കാലഘട്ടത്തിലെ കപ്പൽ, ആ കപ്പലിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരും. പ്രളയകാലത്ത് വിശ്വാസികൾക്ക് രക്ഷയേകിയ ഒരു കപ്പലായിരുന്നു അത് എന്നുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. മനുഷ്യവംശത്തിന്റെ തുടർച്ചയ്ക്ക് നിമിത്തമായിട്ടുള്ള ഒരു കപ്പൽ യാത്രയുമായിരുന്നു അത്. ഇവിടെ തന്നെ ദുർരിയത്വം എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇന്നത്തെ മനുഷ്യര് അന്ന് രക്ഷപ്പെട്ട ജനതയുടെ സന്തതികളാണ് എന്നതുകൂടി നമുക്ക് ഓർക്കാൻ നിമിത്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യത്തെ നമുക്ക് വലിയ ഒരു ദൃഷ്ടാന്തമായി പറയുകയും നമുക്കതിൽ ഉൾക്കൊള്ളാൻ, പഠിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് അള്ളാഹു പകർന്ന് നൽകുകയും ചെയ്യുന്നു എന്ന് കാണാവുന്നതാണ്. തുടർന്ന് 45-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളതും പിന്നിലുള്ളതും നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾക്ക് കരുണ കിട്ടാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എന്നുള്ളതിനെയൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്
മുൻകാല സമുദായങ്ങൾക്ക് ബാധിച്ചത്, അങ്ങനെയുള്ള ചരിത്രപരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതും, അതേപോലെ പിന്നാലെ വരാനിരിക്കുന്ന പരലോക ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ചുള്ള ബോധവും പേടിയും ഭയപ്പാടും നമുക്കുണ്ടായി നമ്മൾ ഭൂതകാല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയെ ഉത്തരവാദിത്വത്തോടുകൂടി കരുപ്പിടിപ്പിക്കാനുള്ള ഒരു വല്ലാത്ത കരുത്ത് നമുക്ക് നൽകുന്ന ആയത്താണ്. അതാണ് അള്ളാഹു നമ്മളെ ശിക്ഷിക്കാനൊന്നും അല്ലതെല്ലാം കൂടി പറഞ്ഞു തരേണ്ടത്, മറിച്ച് ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിന്, മനുഷ്യന്റെ അഹങ്കാരത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് വലിയ ഒരു പ്രതീക്ഷയേകുന്ന തരത്തിൽ അള്ളാഹു ഈ ഭാഗത്തെ നമുക്ക് മുൻപിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് 46 ആയത്തിലേക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും മനുഷ്യൻ ഇതൊന്നും ഉൾക്കൊള്ളുന്നതിന് പകരം ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്ന ഏത് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവരിലേക്ക് വന്നെത്തിയാലും, അവരുടെ റബ്ബിൽ നിന്ന് അവർക്കിലേക്ക് വന്നെത്തിയാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതല്ലല്ലോ ഉണ്ടാകുന്നത്, മറിച്ച് അതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന, തിരിഞ്ഞു കളയുന്ന കാനു അൻഹ മുഅരിദീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ മനുഷ്യന്റെ ഒരു ദുഷിച്ച അവസ്ഥയെക്കുറിച്ചുകൂടി അള്ളാഹു ഇവിടെ ഒരു ചിത്രം നമുക്ക് മുൻപിലേക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഈ ഇഅ്റാദിന്റെ ഉദാഹരണങ്ങളായിക്കൊണ്ട്, മനുഷ്യന്റെ ഈ വിമുഖതയുടെ, തിരിഞ്ഞു കളയുന്നതിന്റെ ഉദാഹരണങ്ങളായിക്കൊണ്ട് പറയുന്ന ചില മനുഷ്യന്റെ അഹങ്കാര സംസാരങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ മനോഭാവം അല്ലെങ്കിൽ മനുഷ്യന്റെ സംസാരം അള്ളാഹുവിടെ പറയുന്നത് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അവരുടെ സംസാരം അള്ളാഹു കേൾപ്പിക്കുന്നത് അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു എന്നതാണ്. നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന സംസാരം അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു, അള്ളാഹു തിന്നാൻ കൊടുക്കാത്ത ആളുകൾക്ക്, അള്ളാഹു തആമ് നിശ്ചയിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഞങ്ങളെങ്ങനെ തിന്നാൻ കൊടുക്കാനാ എന്നുള്ള ഒരു സംസാരം അഹങ്കാരത്തോടു കൂടി പറയുന്ന, അങ്ങനെ ഒരു വിമുഖതയുടെ അല്ലെങ്കിൽ ഇഅ്റാദിന്റെ, തിരിഞ്ഞുകളയലിന്റെ, സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തതിന്റെ ആ ഒരു നിലപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദാഹരണമായി കൊണ്ട് പറയുന്നു എന്ന് മാത്രമല്ല, 48 ആയത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ വലിയ ഒരു പോരായ്മയെ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നു. പോരായ്മ എന്ന് പറഞ്ഞാൽ പോരാ, അവിശ്വാസത്തിന്റെ വലിയ ആഴത്തെ ആണ് അള്ളാഹു ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. കാരണം അവരുടെ സംസാരം പറയുന്നത് വയഖൂലുന മത ഹാദൽ വഅദു, ആ വാഗ്ദത്ത സമയം, അൽ വഅദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാഗ്ദാനത്തിന്റെ ആ സമയമാകുന്നു, ലോകാവസാനത്തിന്റെ സമയമാകുന്നു. അതിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുന്നത്. അതൊരു പരിഹാസത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഒരൊറ്റ ശബ്ദം മാത്രമാണ് അവർക്ക് കാത്തിരിക്കാനുള്ളത്, വേറൊന്നും അവർക്ക് വരാനില്ല. ആ ശബ്ദം വരുന്നതോടു കൂടി തന്നെ അവര് പലതരത്തിൽ വഴക്കും ശണ്ടയുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചും വർത്തമാനം പറഞ്ഞും തർക്കിച്ചുമൊക്കെ കഴിഞ്ഞുകൂടി കൊണ്ടിരിക്കെ തന്നെ അവരെ ആ ഒരു ഗർജനം അവരെ പിടികൂടും എന്നുകൂടി അള്ളാഹു പറയുകയും 50 ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർക്ക് ഒരു വസിയത്ത് പോലും നൽകാൻ സാധ്യമല്ലാത്ത വിധം, ചെയ്യാൻ സാധ്യമല്ലാത്ത വിധമായിരിക്കും അവർക്കത് വരിക. അവർക്ക് സ്വന്തക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാനും കഴിയുകയില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ അന്ത്യനാള് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മനുഷ്യന്മാർ വിചാരിക്കുന്ന പോലെയല്ല, മറിച്ച് വളരെ പെട്ടെന്ന് അവിചാരിതമായി യാദൃശ്ചികമായിട്ട് നമ്മളിലേക്ക് എത്തും. ഖുർആൻ ആ വിഷയത്തിലൊക്കെ ഒരുപാട് ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിൽ തന്നെ 77 ആയത്തിൽ വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസ്വരി ഔ ഹുവ അഖ്റബ് എന്ന് പറയുന്നുണ്ട്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അടുത്താണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ഈ വിഷയത്തിൽ വളരെ വലിയ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സ്വൈഹത്ത് എന്ന് പറയുന്നത് ഘോര ശബ്ദം എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. ലോകാവസാനത്തിന്റെ ഒരു വലിയ ശബ്ദത്തെക്കുറിച്ചാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഥവാ സൂറിലുള്ള ഊത്തിനെ കുറിച്ച്, അന്നഫ്ഖു ഫിസ്സൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചാണ്, കാഹളമൂത്തിനെ ഉദ്ദേശിച്ചാകുന്നു ആ പറഞ്ഞിട്ടുള്ളത്. ആ ഊത്ത് 2-3 തവണ എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും 2 തവണയുള്ള ഊത്ത് അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക്
തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാം നാശമടയുകയും പിന്നീട് പുനരുദ്ധാനത്തിന് വേണ്ടി മറ്റൊരു ഊത്തുകൂടി ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് പിന്നെ വനുഫിഖ ഫിസ്സൂർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വരുന്ന ആയത്തുകളിലൂടെയൊക്കെ സംസാരിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു അവന്റെ ആയത്തുകളിൽ നിന്ന് ഹിദായത്തിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.